ഖുർആൻ പറഞ്ഞത് ശരിയാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുന്നവർ. ഖുർആൻ പറഞ്ഞത് ശരിയാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുന്നവർ. കല്ലിനെയും മുള്ളിനെയും എല്ലാത്തിനെയും ആരാധിക്കുന്നവർ. ഏക ഇലാഹായ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന മുഅ്മിനു തമ്മിൽ വ്യത്യാസമുണ്ട്. ഏക ഇലാഹായ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന മുഅ്മിനു തമ്മിൽ വ്യത്യാസമുണ്ട്. ഏക ഇലാഹായ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന മുഅ്മിനു തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ഹൃദയം നജസ്സാണെന്ന് പറഞ്ഞാൽ ഹൃദയം ശരിയല്ല. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, കേരളത്തെ മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ സമസ്തയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് എന്തിനാണ് വിളിച്ച് ദുആ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ബദരീങ്ങളെ വിളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഷെയ്ഖ് ജീലാനിയെ വിളിക്കുന്നത്? മരണപ്പെട്ടു പോയവരോട് എന്തിനാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, റബ്ബിനോടാണ് പ്രാർത്ഥിക്കുക. പക്ഷെ ഞങ്ങൾ മഹാന്മാരോട് സഹായം ചോദിക്കുകയാണ്. അതിനുള്ള കാരണം മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന്. ഏതുപോലെ ഇപ്പം മുസ്ലിയാക്കന്മാർ ചിന്തിച്ചത്, ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ജാറത്തിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ട് അപ്പുറത്തെ കൗണ്ടറിൽ പോയിട്ട് പിന്നെ പട്ടെടുത്ത് തലയിൽ ഒഴിയുന്ന പോലെ ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സഹായം ചോദിക്കുക. ഇതാണ് ഈ മുസ്ലിയാക്കന്മാരെ തട്ടിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ പൊതുജനങ്ങളെ ഇവർ വഴിപഴപ്പിക്കുന്നത്. കാരണം മഹാന്മാരുടെ സഹായം അവിടെ കിട്ടും, ഇവർ പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുമാത്രമല്ല, അള്ളാഹു കുറേ കഴിവ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇവർ പറയുന്ന കുളിക്കാത്ത നനക്കാത്ത ആൾക്കാർക്ക് കുറേ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ ജനങ്ങളെ ഒരു പ്രത്യേക അജണ്ടയിലൂടെ ഇവർക്ക് അവരുടേതായിരിക്കുന്ന ചില മതനിയമങ്ങളുണ്ട്. സമസ്തക്കാർക്ക് അവരുടെ മതനിയമം, ഇത് ഇസ്ലാമിൻ്റെ നിയമമല്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ എത്ര പ്രവാചകന്മാരെ അള്ളാഹു പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനോടാണ്. അപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് സഹായം മറ്റൊരിടത്ത് പോയി ചോദിക്കുകയല്ല ചെയ്തത്. പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ സഹായം ലഭിക്കും. അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസവും. പക്ഷേ ഈ സമസ്ത അവരുടെ മതപ്രകാരമുള്ള വിശ്വാസം അത് അവരുടെ വിശ്വാസമാണ്, അത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്ത സംഭവം കാണാം. അതോടൊപ്പം തന്നെ ഇസ്തിഗാസ് നടത്തിയ സംഭവം കാണാം. ഇവരെന്താ പറയുന്നത്? ഞങ്ങളിവിടെ സഹായം തേടുകയാണ്, ഇസ്തിഗാസയാണ്, പ്രാർത്ഥന അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുക, ഇവിടെ ഇസ്തിഗാസ നടത്തുകയാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. കണ്ടോ, അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്തിഗാസ ചെയ്ത സംഭവം ബദറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇസ്തിഗാസയാണ് എങ്കിലും പ്രാർത്ഥനയാണ് എങ്കിലും അത് മുഴുവൻ അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അല്ലാതെ അവിടെ പോയി പ്രാർത്ഥിച്ച് ഇവിടെ പോയി സഹായം തേടാനല്ല. ഒരൊറ്റ പ്രവാചകന്മാരോട് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ സക്കറിയ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞ്? ശരി, പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിച്ചോളി, കുട്ടി അപ്പുറത്ത് പോയിട്ട് മേടിച്ചോളി. ഇങ്ങനെയാണോ ഇസ്ലാമിൽ? ഇങ്ങനൊരു നിയമമുണ്ടോ? ഇല്ല, അത് സമസ്തക്കാരുടെ നിയമമാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കാരണന്മാർ, ഉസ്താദന്മാർ, അവർ എങ്ങനെയൊക്കെയാണ്? ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, മഹാന്മാരായ ആൾക്കാരൊക്കെ നരകത്തിൽ പോകുകയാണെങ്കിൽ ഞങ്ങളും പോയിക്കോട്ടെ, അവർക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിയൊരു മുദ്രാവാക്യം വിളിച്ചിട്ട് പൊട്ടത്തരം വിളിച്ച് പറയുന്ന കുറേ കൗമികളുടെ ഈ സമസ്ത കൂട്ടത്തിൽ. ഇവരെ അനുയായികൾ തന്നെ, അത് ഇവർ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കി, കാന്തപുരം എന്താ പറഞ്ഞത്?
ആരാണ് മുശ്രിക്ക്, ആരാണ് മുഅ്മിൻ? വളരെ വ്യക്തമാണ്. കൃത്യമായിട്ട് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. ആരാണ് മുശ്രിക്ക്? ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുക, അള്ളാഹിനോട് പങ്കു ചേർക്കുക. കൃത്യമായി അദ്ദേഹം പറഞ്ഞു എന്ത്? അതാണ് മുശ്രിക്ക്. എന്നാൽ ഏക ഇലാഹായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണ് മുഅ്മിൻ. ഇത് രണ്ടും തുല്യരല്ല. രണ്ടും ഒന്നല്ല, രണ്ടും മാറ്റുണ്ട്. ഒന്ന് മുശ്രിക്കാണ്, മറ്റൊന്ന് ഏക ഇലാഹായ റബ്ബിനെ മാത്രം. കാന്തപുരം ഇപ്പം മാത്രം പറഞ്ഞു. ഇവർക്ക് പഴയ കാലത്ത് മാത്രം എന്ന് പറയുമ്പോൾ വല്ലാത്ത ബേജാറാണ്. മക്കയിലെ മുശ്രിക്കിന് അങ്ങനെ ആയിരുന്നല്ലോ. അള്ള മാത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ബി പി കയറും എന്നതുപോലെയായിരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ മാത്രം അത് ഇബ്ലീസിന്റെ വാദാണെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഇപ്പോൾ പറയുന്നത് ഏകയിലാഹായ അള്ളാഹുവിനെ മാത്രം. ആകട്ടെ, മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ ഏകയിലാഹായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ആര്? മുഅ്മിൻ എന്ന് പറയുന്നത്. ആ സമയത്ത് രണ്ട് വസ്തുക്കളെ ആരാധിക്കൽ അതെന്തായി? അതൊരു ആള് ഭയങ്കര ഗൗരവത്തിലൊന്നല്ല, ഒരു ആഴക്കുഴമ്പൻ. ഖുർആൻ പറഞ്ഞത് ശരിയാണ്, ഖുർആൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളും വേർതിരിച്ച് പറഞ്ഞിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാന്ന്. പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നവർ അത് ശപിക്കപ്പെട്ടവരാണ്. ശപിക്കുന്നവരുടെ ശാപം മുഴുവൻ അവർക്ക് തന്നെ ലഭിക്കാം. നിങ്ങൾ നോക്കുക, അപ്പോൾ മുശ്രിക്കിനെ കൃത്യമായി വിശദീകരിച്ചു. സത്യവിശ്വാസി ആരാണ്, മുഅ്മിൻ ആരാണെന്ന് കൃത്യമായിട്ടും കാന്തപുരം അത് പറയണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹക്കീമോൻ എന്താ പറഞ്ഞു നോക്കുക നിങ്ങൾ. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. കണ്ടോ, ഇപ്പം ആരാ മുശ്രിക്ക്? ആരാണ് മുശ്രിക്ക്? നമ്മൾ പറയണ്ട, നിങ്ങളുടെ ശ്രോതാക്കൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ നോക്ക്, ഞാൻ വീണ്ടും ആവർത്തിക്കല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൃത്യമായിട്ട് പറഞ്ഞു, ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുക. അത് കല്ല മുള്ള എന്തോ ആവട്ടെ, ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളതാണ് മുശ്രിക്ക്. ഏക ഇലാഹായ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് മുഅ്മിൻ. അപ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് മുശ്രിക്കാണ്. നോക്ക് നിങ്ങൾ, എന്താണ് എന്താണ് ആരാധന? ഏക ഇലാഹായ റബ്ബിനെ ആരാധിക്കുക എന്ന് പറഞ്ഞല്ലോ. എന്താണ് ആരാധന? പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. നോക്ക്, മകൻ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. നോളജ് സിറ്റിക്ക് ആ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ബദരീങ്ങളെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ മുഅ്മിനാണോ, മുസ്ലിമാണോ, മുശ്രിക്കാണോ? വാപ്പ് പറഞ്ഞ അടിസ്ഥാനത്തിൽ മകൻ ഏത് കോലത്തിലാണുള്ളത്? ഏക ഇലാഹായ റബ്ബിനെ മാത്രം വിളിച്ച് ആരാധിച്ചോ? പ്രാർത്ഥനയാണ് ആരാധന എന്ന് വന്നാൽ ഇവിടെ ആരെ വിളിച്ച പ്രാർത്ഥിച്ചത്? ബദരീങ്ങളെ വിളിച്ച് നാം പ്രാർത്ഥിച്ചു എന്ന്. ഒരു ഉളുപ്പില്ലാതെ ഇവർ വാപ്പി മോനാണ് സമൂഹത്തിനെ ഈ പഴപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മുഖ്യ കക്ഷികൾ. അവർ രണ്ടുപേരും ഏകയിലാഹ റബ്ബിനെ വിളിച്ച് ആരാധിക്കാതെ അപ്പുറത്ത് പറഞ്ഞിട്ട് ഇപ്പുറത്ത് മോൻ പോയിട്ട് പറയാണ് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, സഹായം തേടി. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കാണും, എവിടെ നിന്ന് സഹായം കിട്ടുമെന്ന് പറയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ സാഹചര്യം. ബദരീങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കാണും, എവിടെ നിന്ന് വിളിച്ചാലും സഹായം കിട്ടും. ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ അപ്പോൾ ഈ വിജയം ലഭിച്ചാൽ നമുക്ക് സഹായം കിട്ടിയതാണ് നോളജ് സിറ്റിയിൽ നിന്ന് ജനങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് നടക്കാനേ. അപ്പോൾ ആരാണ് മുശ്രിക്ക്? ഇപ്പം ഈ രണ്ട് വീഡിയോയിൽ കാണിച്ചില്ല ആരാണ് മുശ്രിക്ക്, മുശ്രിക്കിൻ്റെ രൂപം എന്താണ്, അവരുടെ രീതി എന്താണ് എന്ന് കൃത്യമായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവരിങ്ങനെ സമൂഹത്തിനെ ചൂഷണം ചെയ്യുക. ഒരു ചാണ് വയറിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് മൊത്തം പൈസ പിരിച്ച് നോളജ് സിറ്റിയുടെ പേരും പറഞ്ഞിട്ട്, എന്നിട്ടും ഈ ഔലിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ നേതാവാണ് കേട്ടോ, ഔലിയാക്കന്മാരുടെ മുഷാവറ അംഗാണ് ആര്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. എന്നിട്ടും നോളജ് സിറ്റിക്ക് പ്രശ്നം പ്രയാസം ഉണ്ടായി എന്ന്. ഈ ഔലിയാക്കന്മാർക്ക് പ്രശ്നം പ്രയാസം ഉണ്ടാകാൻ പാടുണ്ടോ? മൂപ്പര് സുഖമില്ലാണ്ട് ആശുപത്രിയിൽ പോയി കിടന്നിരുന്നു ഈ അടുത്ത കാലത്ത്. അതൊന്നും പോയി കഥയിലിപ്പോൾ ചോദ്യമൊന്നുമില്ല. ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾക്ക് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഇവർ അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പറഞ്ഞ കാര്യങ്ങൾ അത് മറച്ചു പിടിക്കുന്നവരാണ് ഈ വിഭാഗക്കാർ. അത് ഇവരാണെങ്കിലും മറ്റവരാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. കാരണം സഹായത്തായിട്ടാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എന്ത് കഷ്ടപ്പാട് എന്ത് ദുരിതമാണെങ്കിലും റബ്ബിനോട് പറയുക. അള്ളാഹു ആ പ്രാർത്ഥന, ഇവൻ്റെ ഈമാനും ഇവൻ്റെ ഇഖ്ലാസും അനുസരിച്ച് അള്ളാഹു പ്രാർത്ഥന കേൾക്കും. അല്ലാതെ പ്രാർത്ഥിച്ച വഴിക്ക് തന്നെ അങ്ങ് ഉത്തരം ചെയ്യൊന്നുമില്ല. അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും കടമകളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കണേ. ഈ ഹക്കും പാത്രമില്ലാതെ വല്ലവൻ്റെ വാരി വലിച്ച് തിന്നിട്ട് ചൂഷണം ചെയ്ത് കൊള്ളയടിച്ചിട്ട് ദുആ ചെയ്താൽ കിട്ടുമോ? കിട്ടൂല.
അപ്പോൾ ഇവിടെ സഹായം ചോദിക്കുകയാണ് എന്നുള്ള മുസ്ലിയാക്കന്മാർ ന്യായം വെറും പൊള്ളയാണ്. സഹായം റബ്ബിനോട് ചോദിക്കേണ്ടത്. അള്ളാഹു റസൂൽ സഹായം ചോദിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും, അവിടെയാണ് അള്ളാഹുവിനോട് ചോദിച്ചത്. അപ്പോൾ പ്രാർത്ഥനയാണ് എങ്കിലും പിന്നെ സത്യം ചെയ്യലാണെങ്കിലും നേർച്ചയാണ് എങ്കിലും ഇസ്തിഹാസയാണ് എങ്കിലും എല്ലാം റബ്ബിനോട് ചോദിക്കാവൂ. അതുകൊണ്ടാണ് പിന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അള്ളാഹുവിനെ പറ്റി പിന്നെ എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കും. നബിയോട് പറയാണ്, നബിയെ താങ്കളോട് എന്നെ പറ്റി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇനി ഖരീബ്, അള്ളാഹു അടുത്തുള്ളവനാണ് എന്ന് ജനങ്ങളോട് പറയണമെന്നാ പറഞ്ഞ്. അല്ലാതെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, എന്നോട് സഹായം തേടിയോളൂ, ഞാൻ അള്ളാഹിനെ ചോദിച്ചപ്പോൾ മേടിച്ചു തരാം എന്നല്ലല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് പോയി സഹായം ചോദിച്ചോ, അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്ക് എന്നിട്ട് സഹായം അപ്പുറത്ത് ഔലിയുടെ അടുത്ത് പോയി ചോദിച്ചോ. ഇങ്ങനെ പാമ്പ് കടിച്ചാൽ പിന്നെ ഒരു ഔലിയ, കുട്ടി ഉണ്ടാകാൻ ഒരു ഔലിയ, പിന്നെ പ്രയാസങ്ങൾ മാറ്റാൻ ഒരു ഔലിയ, ദാരിദ്ര്യം മാറ്റാൻ ഒരു ഔലിയ. ഇങ്ങനൊരു ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ലേ? ഇതൊക്കെ ഷിയാക്കളാണ് ഇതൊക്കെ, ഇവരൊക്കെ. അല്ലാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുന്ന അല്ല പറയാ. ഇവർ പറയാ പ്രാർത്ഥന അവിടെയാണ്, ഇവിടെ പോയിട്ട് ഞങ്ങൾ ചോദിക്കലെന്ന്. എന്താ ജാറല്ലേ? അള്ളാഹു ഈ വക പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ഇവരൊക്കെ. അതിൽ നിന്നൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.